ബോബി ചെമ്മണ്ണൂർ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഫോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയെയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ സൈബർ സ്പേസിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്, ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടിൽ. അത് കണ്ടിട്ട് ഹണിക്കെന്ത് തോന്നി? ഒന്നും തോന്നാനില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ അങ്ങനെ പേടിച്ചിട്ട് നമ്മൾ അവരെ വിമർശിച്ചത് കൊണ്ട് ഞാൻ പുറകോട്ട് പോകണം എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് വന്നാൽ അതെനിക്ക് തന്നെ എൻ്റെ മനസാക്ഷിക്ക് തന്നെ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമായി തോന്നില്ല. ബോബി ചെമ്മണ്ണൂർ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഫോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയെയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ സൈബർ സ്പേസിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്, ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടിൽ. അത് കണ്ടിട്ട് ഹണിക്കെന്ത് തോന്നി? ഒന്നും തോന്നാനില്ല, ഞാൻ കണ്ടിട്ടില്ല. സാർ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഒരു വിഷയം തീർത്തും വ്യത്യസ്തമാണ്. നമ്മുടെ വിഷയം വൃത്തിയോട് പറഞ്ഞു. ബോയ് ഫ്രണ്ട് എന്ന വിനയൻ ചിത്രത്തിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ച ഒരു താരമാണ് നമ്മുടെ ഹണി റോസ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട ഹണി റോസ്. കരിയറിൽ 18 വർഷം പിന്നിടുന്ന ഈ ഒരു സന്തോഷത്തിലാണ് ഹണി. എന്നാൽ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയ വഴി വരുന്ന ഈ ഒരു സൈബർ ആക്രമണവും അതുപോലെ തന്നെ പരിഹാസങ്ങൾ മൂലം സമാധാനവും സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങളൊന്നും ആസ്വദിക്കാൻ ഹണിക്ക് സാധിക്കുന്നില്ല എന്നാണ് ഹണി പറയുന്നത്. വസ്ത്രദാനത്തിന്റെ പേരിൽ ഹണിയോളം സൈബർ ആക്രമണവും പരിഹാസവും മറ്റൊരു സെലിബ്രിറ്റിയും നേരിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണല്ലേ. എന്നാൽ ഇത്തരം പരിഹാസങ്ങളും അതുപോലെ സൈബർ ആക്രമണവും പരിധി വിട്ടപ്പോഴാണ് ഈ ഒരു നിയമയുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള താരം വ്യക്തമാക്കുന്നത്. എല്ലാവർക്കും മുന്നിലും ചിരിച്ച മുഖമായി എത്തുന്നുണ്ടെങ്കിലും ആരോടും അറിയാത്തൊരു ബുദ്ധിമുട്ട് മാറി നിന്ന് നേരിടുന്നുണ്ടെന്ന് ഇപ്പോൾ ഹണി റോസ് പറയുകയാണ്. കഴിഞ്ഞ ദിവസം മനോരമ ഓൺലൈനിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂയിലൂടെയാണ് നമ്മുടെ ഹണി റോസ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത്. ഡിപ്രഷന്റെ ഗുളിക വരെ കഴിക്കേണ്ടി വന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിരുന്നു എന്നാണ് ഹണി വ്യക്തമാക്കുന്നത്. ഉണ്ടെങ്കിൽ വിമർശിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. വിമർശിക്കുന്നത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അതിനുള്ള അവകാശം, പ്രത്യേകിച്ചും വസ്ത്രത്തിന്റെ കാര്യങ്ങളിലോ ഒന്നും അവകാശം ഇല്ലെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല. എന്നെ വിമർശിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. അതിന് മാന്യമായ ഒരു ഭാഷയുണ്ട്. ഏതെങ്കിലും വിമർശനം ആത്മപരിശോധനയിലേക്ക് നയിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. വിമർശനം, പല വിമർശനങ്ങളും ഡെഫിനറ്റ്ലി നമ്മുടെ തലയിൽ കൂടി ഒന്ന് പ്രോസസ്സ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് ാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ അങ്ങനെ പേടിച്ചിട്ട് നമ്മൾ അവരെ വിമർശിച്ചത് കൊണ്ട് ഞാൻ പുറകോട്ട് പോകണം എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് വന്നാൽ അതെനിക്ക് തന്നെ എൻ്റെ മനസാക്ഷിക്ക് തന്നെ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമായി തോന്നില്ല. ബോബി ചെമ്മണ്ണൂർ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഫോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയെയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ സൈബർ സ്പേസിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്, ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടിൽ. അത് കണ്ടിട്ട് ഹണിക്കെന്ത് തോന്നി? ഒന്നും തോന്നാനില്ല, ഞാൻ കണ്ടിട്ടില്ല. സാർ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഒരു വിഷയം തീർത്തും വ്യത്യസ്തമാണ്. എന്തായാലും കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയായ മോണി ഫോസ്ലെയെ നമ്മുടെ ഹണി റോസ് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്നാണ് പുള്ളിക്കാരി വ്യക്തമാക്കുന്നത് കേട്ടോ. അവര് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല, അത് അവരുടെ പേഴ്സണൽ കാര്യമല്ലേ. അവർ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ലായിരിക്കും അല്ലേ. എന്തായാലും സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഒരു പെൺകുട്ടി നമ്മുടെ മലയാളികൾ എന്തായാലും കണ്ടിട്ടുണ്ട്. കാരണം അന്നേ ദിവസം നിറഞ്ഞു നിന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഈ ഒരു മൊണാലിസ തന്നെയായിരുന്നു. ഇടുന്ന ആളുകളും ഇത് കേൾക്കുന്നുണ്ട്, ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. നല്ല വസ്ത്രം, ഇവർ പറയുന്ന സോക്കോൾഡ് നല്ല വസ്ത്രം ധരിക്കുന്ന ആളുകൾ. അപ്പം വസ്ത്രത്തിന്റെ ഇപ്പം ഈ ഇത്രയും വൃത്തികേടുകൾ നടക്കുമ്പോഴും ഇതെല്ലാം കാണിച്ചു കൂട്ടുമ്പോഴും ഹണി റോസിന്റെ വസ്ത്രത്തിലോ ഹണി റോസിന്റെ ഇനോഗ്രേഷനിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊണ്ടുപോയി അത് കെട്ടിയിടാൻ നോക്കിയാൽ അത് നടക്കില്ല. നമുക്ക് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അല്ല, ഞാൻ എക്സ്പോസ്ഡ് ആയിട്ട് ഭയങ്കര മോശമായിട്ടുള്ള ഒരു വസ്ത്രം ഞാൻ ധരിച്ച് പുറത്ത് പോയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള വസ്ത്രമാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. കേസ് കൊടുത്തതും ഈ സൈബറിടത്തെ ലൈംഗിക പരാമർശങ്ങൾക്കെതിരെയായിരുന്നു. പക്ഷെ അതിനുശേഷമുള്ള ചർച്ചകൾ പലതും ഈ വസ്ത്രധാരണത്തെക്കുറിച്ചായി പോയി. വസ്ത്രം അങ്ങനെ ധരിക്കാവോ എന്നുള്ളത് അത് മനഃപൂർവ്വം വഴിതിരിച്ചു വിട്ടതായിട്ട് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ പറയില്ല, പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് കേൾക്കുന്നു. അപ്പൊ ഈ ഒരു കേസിന് വഴിതിരിച്ചു വിട്ടു എന്നാണ് നമ്മുടെ ഹണി റോസ് പറയുന്നത്. ഏത് രീതിയിലാണ് വഴിവിട്ടത് എന്ന് അറിയില്ല. എന്തായാലും ആദ്യം മുതലേ സൈബർ ആക്രമണം നേരിട്ട ഒരു താരം തന്നെയായിരുന്നു ഹണി റോസ്. അതും വസ്ത്രധാരണത്തിന്റെ പേരിൽ തന്നെയായിരുന്നു. അത് പിന്നീട് ഇങ്ങനെയാണ് ഈ ഒരു കേസ് വഴിവിട്ട് പോയത് എന്നറിയില്ല. സ്വാഭാവികമായിട്ടും ഇവർ പരാതി കൊടുത്തപ്പം ആളുകൾ ചിന്തിച്ചതും എന്താണ്, ഇവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് തന്നെയാണ്. അപ്പം മനസ്സിലുള്ള കാര്യം, ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയല്ലേ അപ്പോൾ പുറത്തു വരിക. അല്ലാതെ ഈ ഒരു കേസിന് വഴിതിരിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ അത് എന്തർത്ഥത്തിലായിരിക്കും? കേൾക്കുന്നതല്ല, അത് അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മൾ പറയുന്നത് സൈബർ ഇടങ്ങളിൽ നമ്മൾ ഏറ്റവും മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈമിനെതിരെയാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത് വളരെ മനോഹരമായിട്ട് ഒരു വസ്ത്രത്തിന്റെ പേരിൽ, വസ്ത്രം മോശമായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാണ്. വളരെ മനോഹരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു. അതായത് വസ്ത്രധാരണത്തിന്റെ പേരും പറഞ്ഞ് ഡൈവേർട്ട് ചെയ്തെന്ന്. ഹണി റോസ്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ തുടക്കം മുതലേ തന്നെ എല്ലാവരും എതിർത്തത് ഈ ഒരു വസ്ത്രധാരണത്തെ കുറിച്ച് തന്നെയാണ്. അതും ഓൾറെഡി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇനാഗ്രേഷന് വരുമ്പോഴത്തേക്ക് ആ വീഡിയോസിന്റെ താഴെ വരുന്ന കമന്റ്സ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ മതി. ഇത് തന്നെയാണ് എല്ലാവരും എടുത്ത് പറയുന്നത്. വസ്ത്രത്തിന്റെ പേരിൽ തന്നെയാണ് എല്ലാവരും നിങ്ങളെ വിമർശിച്ചത്. അത് ആരും ഡൈവേർട്ട് ചെയ്യേണ്ട ആവശ്യമല്ല. മേ ബി പുള്ളിക്കാരി ഇത് വിരൽ ചൂണ്ടിയത് രാഹുൽ ഈശ്വറിനെതിരെ തന്നെയാണ്. കാരണം രാഹുൽ ഈശ്വർ ആണല്ലോ ഈ വസ്ത്രധാരണത്തെ കുറിച്ച് ഉറക്കെ ഒന്ന് ശബ്ദം ഉയർത്തിയത്. കാരണം ഒട്ടുമിക്ക ജനങ്ങൾ പറയേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു രാഹുൽ ഈശ്വർ അവിടെ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ ഈ ഹണി റോസിന് നല്ലൊരു മറുപടിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്.
അതായത് ഞാൻ വളരെ മനോഹരമായി സംസാരിച്ച് ഹണി റോസിന്റെ പരാതി മാനിപ്പുലേറ്റ് ചെയ്ത് സമൂഹത്തിൽ ഹണി റോസിനെതിരെ അവമതിപ്പും മറ്റും ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. 2 തവണ മനോഹരമായും വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ മനോഹരമായി സംസാരിക്കുന്നു, ഹണി റോസ് അംഗീകരിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള വിമർശനങ്ങൾ ബോധപൂർവ്വം ഞാൻ വഴിമാറ്റി ബോച്ചയ്ക്ക് സപ്പോർട്ടായി മാറ്റുകയും പൊതുസമൂഹത്തിനെ മാറ്റുകയും ഒക്കെ ചെയ്തു എന്നാണ് ഹണി റോസ് പറഞ്ഞത്. ഹണി റോസ് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഇത് രാഹുൽ ഈശ്വർ മനോഹരമായി സംസാരിക്കുന്നതൊന്നും അല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. പക്ഷെ ഞാൻ പറയുന്ന കാര്യത്തിന്റെ സത്യം ജനങ്ങൾക്ക് ബോധ്യമുള്ളൂ. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യം 100% ശരിയാണ്. കാരണം ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ തന്നെയാണ് എല്ലാവരും എതിർത്തുന്നത്. അതിന്റെ ആ ഒരു കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ മാത്രം മതി നമുക്ക് ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന അഭിപ്രായങ്ങൾ എന്താണെന്ന്. ഇവിടെയും ഈ ഒരു ഇന്റർവ്യൂവിന് താഴെ വന്നതും ശരിക്കും പറഞ്ഞാൽ ഹണി റോസിന് എതിരെയുള്ള വിമർശനങ്ങൾ തന്നെയാണ്. വൾഗറായിട്ടുള്ള ഡ്രസ്സും ധരിച്ചു വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ എത്രയോ സെലിബ്രിറ്റികൾസ് ഈ ഒരു ചടങ്ങിനായി വന്നിട്ടുണ്ട് അല്ലെ. ഒരുപാട് പേര് ഇനാഗ്രേഷൻ ഉണ്ട്. ഈ ഹണി റോസ് മാത്രമല്ലല്ലോ ഈ ഒരു ഇനാഗ്രേഷൻ പരിപാടിക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് നടന്മാർ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും കിട്ടാത്ത ഒരു സൈബർ ആക്രമണമാണ് ഈ ഒരു നടിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും അതിനുള്ള കാരണം? ഈ ഹണി റോസിനെ മാത്രം തിരഞ്ഞെടുത്ത് വിമർശിക്കാൻ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണോ? അല്ല, അത് തീർച്ചയായിട്ടും ഹണി റോസിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് തന്നെയാണ്. മാന്യമായിട്ട് ഒരു പൊതുവിടത്തിൽ വന്ന് ധരിക്കേണ്ട വേഷമല്ല ഹണി റോസ് ധരിച്ചു കൊണ്ടുവരുന്നത്. അതും ഏത് വസ്ത്രം ധരിക്കാനുള്ള അവകാശം എന്റേതാണ് എന്ന് പറഞ്ഞു, അതെന്റെ ഭരണഘടന എനിക്ക് തന്നതാണ് എന്നുള്ള ഒരു റൈറ്റ്സോട് കൂടി തന്നെയാണ് ഹണി റോസ് എല്ലായിടത്തും പറയുന്നത്. പക്ഷേ അങ്ങനെയാണ്, നമുക്കറിയാം ഭരണഘടന അതിനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പൊതുവിടത്തിൽ നമ്മൾ എന്ത് ധരിക്കണം എന്നുള്ള ബോധം, ആ ബോധം നമുക്കാണ് ഉണ്ടാവേണ്ടത്, അല്ലാതെ അത് മറ്റൊരാൾ പറഞ്ഞു തരേണ്ടതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കാൻ ഇടവന്നാൽ അത് നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ ഇടുന്ന വസ്ത്രം അത്തരത്തിലുള്ളതാണ്. അപ്പൊ അത് നല്ലതാണെന്ന് മറ്റുള്ളവർ പറയണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. കമന്റുകൾ മാത്രം എടുത്തു നോക്കിയാൽ ഇതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ 99% ഹണി റോസിന് എതിരാണ്. വൾഗറായ വസ്ത്രം ധരിച്ച് വരുന്നത്, കുറെ കൂടെ മോശമായ വാക്കുകളുണ്ട്, അതൊരു കാരണവശാലും പറയുകയും ചെയ്യുന്നുണ്ടോ ഹണി റോസിനെ ഇത്തരം വസ്ത്രധാരണം തെറ്റ് തന്നെയാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, വസ്ത്രധാരത്തെ വിമർശിച്ചുകൂടെ, രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹണി റോസിനോട് യോജിപ്പുള്ള ഒരു കാര്യവും യോജിപ്പുള്ള 2 കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം യോജിപ്പുള്ള കാര്യം, ഹണി റോസ് അല്ല ഏത് പെൺകുട്ടിയാണെങ്കിലും ഒരു കാരണവശാലും അവൾ ഒരു തരത്തിലും സൈബർ ബുള്ളിങ്ങിന് വിധേയമാകരുത്. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ ഒരു കാരണവശാലും മോശമായി സംസാരിക്കരുത്, സൈബർ ബുള്ളിങ് പാടില്ല, എല്ലാവരും യോജിക്കുന്നു. എന്നാൽ ഹണി റോസ് മറന്നുകൂടാത്ത കാര്യം, ഹണി റോസിന്റെ കൂടെ മുഖ്യമന്ത്രിയുണ്ട്, ഹണി റോസിന്റെ കൂടെ വനിതാ കമ്മീഷനുണ്ട്, യുവജന കമ്മീഷനുണ്ട്, 99% മാധ്യമങ്ങളുണ്ട്. എന്നാൽ രാഹുൽ ഈശ്വർ അടക്കം ചില ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾക്കാണ് കേരളീയ സമൂഹത്തിന്റെ 90% പിന്തുണ നൽകുന്നത്. എന്തുകൊണ്ടാണ്? ഹണി റോസ് ആലോചിച്ചിട്ടുണ്ട്. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയാണല്ലേ. കാരണം ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. റോസ് പരാതി കൊടുത്ത നിമിഷങ്ങൾക്കകം തന്നെയായിരുന്നു ബോച്ചയെ വയനാട്ടിൽ ചെന്ന് കസ്റ്റഡിയിലെടുത്തതും കൊച്ചിയിൽ പോയി അറസ്റ്റ് രേഖപ്പെടുത്തിയതും 6 ദിവസം വരെ ജയിലിലിട്ടിരുന്നത്. എന്നാൽ സാധാരണക്കാർക്ക് ഇതുപോലെയുള്ള നീതി ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഇത്തരത്തിലാണ് ഹണി റോസിന്റെ ഒരൊറ്റ പരാതിയിൽ ഈ ഒരു മാധ്യമ പ്രവർത്തകരടക്കം ഈ ഹണി റോസിന് പക്ഷത്താണ് നിന്ന് സംസാരിച്ചത്. അതെല്ലാം നമ്മൾ ഈ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണല്ലോ. ഇത്തരത്തിലായിരുന്നു ഇവർ ഈ ഹണി റോസ് ബോച്ചെ വിഷയം വിശകലനം ചെയ്തിരുന്നത്.